പ്രിയമുള്ളവരെ, ഒരു പുതിയ ഉൽപ്പന്നം പരിചയപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മളെല്ലാവരും 4 വീൽ വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവരാണ്, സ്വന്തമായി വാഹനം ഉള്ളവരുമായിരിക്കും. അവർ അവശ്യം വണ്ടിയിൽ കരുതേണ്ട ഒരു പ്രൊഡക്റ്റാണ് ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത്. പലപ്പോഴും വണ്ടി ലോക്കായി പോയി നമുക്ക് ഉള്ളിൽ നിന്ന് തുറക്കാൻ പറ്റാതെ വരുമ്പോൾ ഗ്ലാസ് പൊട്ടിക്കുക മാത്രമാണ് പിന്നീടുള്ള വഴി. അപകടമുണ്ടാകുമ്പോഴും അല്ലാത്ത നമ്മൾ ഒറ്റയ്ക്കായി പോകുന്ന സാഹചര്യങ്ങളിലും ഒക്കെ തന്നെ ഇങ്ങനെ സംഭവിച്ചാൽ ഒരു മുൻകരുതൽ എടുക്കുന്നത് എപ്പോഴും വളരെ നല്ലതാണ്. പലർക്കും അത് പ്രയോജനം ചെയ്തിട്ടുമുണ്ട്. അത്തരത്തിൽ വളരെ വില കുറഞ്ഞ ഒരു മൾട്ടിപർപ്പസ് ഉപകരണമാണ് ഞാനിവിടെ ഇപ്പോൾ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത് ഞാൻ വാങ്ങിയത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. വളരെ ചുരുങ്ങിയ വില മാത്രമേ ഇതിനുള്ളൂ. യഥാർത്ഥത്തിൽ ഇതൊരു ടോർച്ചാണ്. പ്ലാസ്റ്റിക് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഒരു എവറേജ് നിലവാരമുള്ള പ്ലാസ്റ്റിക്കാണ്. ലോഹത്തിൻ്റെ ഭാഗം എന്ന് പറയുന്നത് ഈ ടോർച്ചിന് ഒരു ഹാമർ എലമെൻ്റ് ഉണ്ട്, ഒരു കൂർത്ത ലോഹത്തിൻ്റെ ഭാഗം. അതുപോലെ നമ്മുടെ സീറ്റ് ബെൽറ്റ് കട്ട് ചെയ്യേണ്ട ആവശ്യം വന്നാൽ അത് കട്ട് ചെയ്യാനുള്ള ഒരു കട്ടറും ഈ ഉപകരണത്തിലുണ്ട്. ഈ 2 ഭാഗം മാത്രമേ ലോഹമായിട്ടുള്ളൂ. ബാക്കിയൊക്കെ പ്ലാസ്റ്റിക്കാണ്, ഒരു ഏവറേജ് പ്ലാസ്റ്റിക്കാണ്. അത്ര നിലവാരമുള്ള പ്ലാസ്റ്റിക് എന്നൊന്നും പറയാൻ കഴിയില്ല. ഇതിൻ്റെ വിലയാണ് യഥാർത്ഥത്തിൽ എന്നെ ഇത് വാങ്ങാൻ പ്രേരിപ്പിച്ചത്. 137 രൂപ മാത്രമേ ഞാൻ വാങ്ങുമ്പോൾ ഇതിന് വിലയുണ്ടായിരുന്നുള്ളൂ. പക്ഷേ കഴിഞ്ഞ ദിവസം നോക്കിയപ്പോൾ അത് 169 ഉയർന്നത് കണ്ടു. ഇനിയും ഒരു പക്ഷേ 137 അതിൽ താഴെയോ ഒക്കെ ആവാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ യഥാർത്ഥ വില, ഇതിൻ്റെ പുറത്ത് അച്ചടിച്ചിരിക്കുന്നത് 1199 രൂപയാണ്. അതായത് 1200 രൂപ തന്നെ. ടോർച്ചുണ്ട്, അതിൻ്റെ ഒപ്പം ഈ പറഞ്ഞ ഹാമറുണ്ട്, ഗ്ലാസ് പൊട്ടിക്കാനുള്ള ഹാമറുണ്ട്, സീറ്റ് ബെൽറ്റ് കട്ട് ചെയ്യാനുള്ള ഒരു ഭാഗമുണ്ട്, ഒരു കട്ടറുണ്ട്. പിന്നെ ഇതിൻ്റെ മറ്റൊരു ഉപയോഗം, ഇതിൽ നിന്ന് അത്യാവശ്യം ഒരു ചെറിയ ശതമാനമൊക്കെ നമുക്ക് ഫോൺ റീചാർജ് ചെയ്യാൻ പറ്റും. ഔട്ട്ലെറ്റ് പോർട്ട് എന്നുള്ള ഒരു ഭാഗം തുറന്നു കഴിഞ്ഞാൽ അവിടെ 2 പോർട്ടുകളുണ്ട്. ഒന്ന് ചാർജ് ചെയ്യാനുള്ള പോർട്ടാണ്, മറ്റൊന്ന് ഔട്ടിലേക്ക് എടുക്കാനുള്ള പോർട്ടാണ്. അതുപയോഗിച്ച് നമുക്ക് ഫോൺ ചാർജ് ചെയ്യുകയോ അല്ലെങ്കിൽ LED ചെറിയ ബൾബുകൾ കത്തിക്കുകയോ ഒക്കെ ആവാം. പിന്നെ മറ്റൊരു ഭാഗം ഇതിൻ്റെ എമർജൻസി ലൈറ്റാണ്. ഞാൻ വിശദമായി ഇതിൻ്റെ അൺപാക്കിംഗ് വീഡിയോ ഇതിൻ്റെ കൂടെ തന്നെ ചെയ്യുന്നുണ്ട്. അതിൽ വിശദമായിട്ട് കാര്യങ്ങൾ വിശദീകരിച്ച് പറയാം. എന്തായാലും ഇത്തരം ഒരു ഉപകരണം നമ്മുടെ വാഹനത്തിൽ കരുതുന്നത് വളരെ നല്ലതായിരിക്കും എന്ന് തോന്നുന്നു. ഗ്ലാസ് ഒരു പ്രാവശ്യം മാത്രമേ പൊട്ടിക്കാൻ കഴിയൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതിൻ്റെ പ്ലാസ്റ്റിക് അത്ര ബലമുള്ളതൊന്നുമല്ല. ഒരു പ്രാവശ്യം പൊട്ടിച്ച് കഴിയുമ്പോൾ തന്നെ ഈ ഇതിൻ്റെ ടോർച്ചിൻ്റെ കാലാവധിയും കഴിഞ്ഞെന്ന് വരും. എന്നാലും 137 രൂപയ്ക്ക് ഒരു ടോർച്ച്, നല്ല പ്രകാശമുള്ളൊരു ടോർച്ച്, നല്ല പ്രകാശമുണ്ട്. അതുപോലെ തന്നെ എമർജൻസിക്കും നല്ല പ്രകാശമുണ്ട്, നല്ല ലൈറ്റുണ്ട്. അപ്പോൾ അത്രയും ചുരുങ്ങിയ വിലയ്ക്ക് ഒരു സാധനം കിട്ടുക എന്നുള്ളത്, ഇനിയിപ്പോൾ വാഹനത്തിലല്ലെങ്കിൽ നമുക്ക് വീട്ടിലെ ഉപയോഗത്തിനും ടോർച്ചായിട്ടും എമർജൻസി ആയിട്ടും ഒക്കെ ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഏതായാലും നമുക്ക് ഇതിൻ്റെ അൺപാക്കിംഗ് വീഡിയോയിലേക്ക് കിടക്കാം. ഇതാണ് നമുക്ക് പാർസലായിട്ട് വന്ന പാക്കറ്റ്. ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. ഇത് ഞാനൊരു പ്രാവശ്യം അൺബോക്സ് ചെയ്തതാണ്. ആൾക്കാരെ കാണിക്കാൻ വേണ്ടി വീണ്ടും ഒരു സ്റ്റിക്കർ ഇവിടെ ഒട്ടിച്ചത് മാത്രമാണ്. അത് നമുക്ക് പൊളിച്ച് കളയാം.
ഇതാണ് ഇതിൻ്റെ ബോക്സ് ടോർച്ച്. ഇതാണ്. ഒരുപക്ഷെ നിങ്ങളിൽ പലരും ഇത് കണ്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇതിൻ്റെ വിലയൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇവിടെയാണ് വിലയുള്ളത്. 1199 ഇൻക്ലൂസീവ് ഓഫ് ഓൾ ടാക്സസ്. ചൈന പ്രൊഡക്റ്റാണ്. ഇപ്പോൾ എല്ലാ സാധനങ്ങളും ചൈനയിൽ നിന്നാണല്ലോ വരുന്നത്. നമ്മുടെ നാട്ടിലൊന്നും ഉൽപ്പാദിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ചൈനയെ വെറുതെ നമ്മൾ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും. ഇതാണ് ടോർച്ച്. ഇതിൻ്റെ ഹാമർ പാർട്ട് എന്ന് പറയുന്നത് ഈ ഭാഗമാണ്. ഇവിടെ ഒരു കൂർത്ത മുനയുണ്ട്. ഈ ഭാഗം ഉപയോഗിച്ചാണ് നമ്മൾ കാറിൻ്റെ ഗ്ലാസ്സിലേക്ക് അടിക്കേണ്ടത്. പിന്നെ ഒരു കട്ടർ. ഇതാണ് കട്ടർ. സീറ്റ് ബെൽറ്റിൻ്റെ അഗ്രഭാഗം ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കടത്തിയിട്ട് വലിക്കുകയാണ് ചെയ്യുക. അപ്പോൾ കീറിപ്പോരും. ഇവിടെ കട്ടർ ബ്ലേഡുണ്ട്. ഞാനത് പരീക്ഷിച്ച് നോക്കിയിട്ടില്ല. പക്ഷേ ഇതിൻ്റെ അറ്റത്ത് നല്ല മൂർച്ചയുള്ള ബ്ലേഡാണ് കാണുന്നത്. ഉള്ളിൽ കട്ടാവാതിരിക്കാൻ സാധ്യതയില്ല. പിന്നെ ഇത് എമർജൻസി എന്ന് പറഞ്ഞ ഭാഗമാണ്. ഇതിങ്ങനെ വെച്ച് നമുക്ക് എമർജൻസി ലൈറ്റ് കത്തിക്കാം. ഇവിടെ ഇതിൻ്റെ ചാർജിങ് പോർട്ടും അതുപോലെ തന്നെ ഔട്ട് നമുക്ക് പുറത്തേക്ക് കറണ്ട് എടുക്കാനുള്ള USB പോർട്ടും ഉണ്ട്. 2 പോർട്ടുകളുണ്ട്. ടോർച്ച് ലൈറ്റ് പ്രകാശിപ്പിച്ച് കാണിച്ചു തരാം. ഇതാണ് ഇവിടെ കിട്ടുന്ന ലൈറ്റ്. ഇവിടെ നല്ല ലൈറ്റ് ഉള്ളതുകൊണ്ട് പക്ഷേ നമുക്ക് മനസ്സിലായി എന്ന് വരില്ല. ഇതാണ് ലൈറ്റ്. ഇതിന് 2 മോഡുണ്ട്. ഒരു ലോ മോഡ്, ചെറിയ ലൈറ്റുള്ളൊരു മോഡുണ്ട്. അപ്പോൾ ചെറിയ ലൈറ്റുള്ള മോഡായി. അതിനുശേഷം ഒരു ബ്ലിങ്കിങ് മോഡുണ്ട്. ഇങ്ങനെ മിന്നിക്കൊണ്ടിരിക്കുന്നത് സിഗ്നലൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാനായിരിക്കാമെന്ന് തോന്നുന്നു. അടുത്തതാണ് എമർജൻസി. ഇതാണ് എമർജൻസി ലൈറ്റ്. ഇതിങ്ങനെ വെച്ചാൽ കുറച്ചുകൂടി വ്യക്തമായിട്ട് നമുക്ക് കാണാനൊക്കെ കഴിയുന്നുണ്ടല്ലോ. കട്ട് ദ സീറ്റ് ബെൽറ്റ്, എക്സ്പാൻഡേഴ്സ്, മാഗ്നറ്റ്സ് എന്നൊക്കെ ഇതിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ട്. മാഗ്നറ്റ്സ് എന്താണെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. ഞാൻ കുറേ നോക്കി. അതിൽ കാന്തത്തിൻ്റെ ഭാഗമൊന്നും കാണുന്നില്ല. പിന്നെ എന്തായിരിക്കും ഉദ്ദേശിച്ചതെന്ന് ആർക്കറിയാം. ഇതാണ് ഇതിൻ്റെ ബോക്സ്. ഇത് വലിയ ബലമുള്ള പ്ലാസ്റ്റിക് ഒന്നുമല്ല. ഇതാണ് ഇതിൻ്റെ ശബ്ദം. പക്ഷേ ഇതുപോലൊരു ടോർച്ച് ഞാൻ മുമ്പ് വാങ്ങിയിരുന്നു. പക്ഷെ അത് ഇതിലും ചെറുതാണ്, വളരെ ചെറുതാണ്. ഒരു വിരലിൻ്റെ വണ്ണം മാത്രമുള്ള ഒരു ടോർച്ചാണ്. പക്ഷെ അതിൽ ഈ ഫെസിലിറ്റി ഒന്നുമില്ല. ഇങ്ങനത്തെ ഫീച്ചേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു ടോർച്ച് മാത്രം. പിന്നെ ഒരു എമർജൻസി പാർട്ടും ഉണ്ടായിരുന്നു, എമർജൻസി ലൈറ്റ് കത്തിക്കാനുള്ള. അതൊരു 3-4 കൊല്ലത്തോളം ഞാൻ ഉപയോഗിച്ചു. പിന്നെ അതിൻ്റെ സ്വിച്ചിൻ്റെ ഭാഗത്തിനാണ് കംപ്ലൈൻറ്റ് വന്നത്. ബാറ്ററി ഒന്നും കേടായിരുന്നില്ല. അങ്ങനെ അത് ഉപേക്ഷിച്ചപ്പോൾ ഒന്നുകൂടെ വാങ്ങണം എന്ന് ഞാൻ അന്നേ കരുതിയതാണ്. അപ്പോഴാണ് എതിർച്ചയാ ഇതിൻ്റെ ഒരു പരസ്യം കണ്ടത്. ഫേസ്ബുക്കിലോ ഒക്കെയാണെന്ന് തോന്നുന്നു കണ്ടത്. പിന്നെ ഇവിടെ ചാർജ് ചെയ്യുമ്പോൾ ഇവിടെ ഇൻഡിക്കേറ്റർ കത്തും. അത് ചുവപ്പും പച്ചയും നിറത്തിൽ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും ചാർജ് ആകുമ്പോൾ. അത് പൂർണ്ണമായും ചുവപ്പ് പോയി പച്ചയായിട്ട് തെളിഞ്ഞ് കത്തുമ്പോൾ നമുക്കറിയാം ചാർജ് ഫുള്ളായി എന്ന്. ഇതാണ് ചാർജിങ്. ഞാൻ ഒറ്റ പ്രാവശ്യം മാത്രമേ ഇത് ചാർജ് ചെയ്തിട്ടുള്ളൂ. ഏതായാലും ഇത്രയും വളരെ വിലക്കുറവിൽ ഒരു സാധനം നമുക്ക് ലഭ്യമാകും. നമ്മളിപ്പോൾ കടയിൽ നിന്ന് സാധാരണ വാങ്ങുന്ന ടോർച്ചിന് തന്നെ 10, 20, 30 രൂപയൊക്കെ ചെറിയ വളരെ ലൈറ്റായിട്ടുള്ള ടോർച്ചിനുണ്ട്. അപ്പോൾ ഇത് റീചാർജ് ചെയ്യാവുന്നതാണ്. എമർജൻസി ലാമ്പുണ്ട്, സീറ്റ് ബെൽറ്റ് കട്ടറുണ്ട്, ഹാമറുണ്ട്. അത്യാവശ്യം ഫോണൊക്കെ ചെറുങ്ങനെ ചാർജ് ചെയ്യാം. ഒരു 10-20% ചാർജ് ആകുമെന്ന് തോന്നുന്നു. അങ്ങനെയുള്ള കുറേ ഫീച്ചേഴ്സ് ഉള്ള ഒരു പ്രൊഡക്റ്റാണ് ഇത്. ഒരു പെയ്ഡ് പ്രൊമോഷനൊന്നുമല്ല. ഒരു കൗതുകമുള്ള സാധനം കണ്ടപ്പോൾ വാങ്ങി. അത് നിങ്ങൾക്ക് കൂടെ പരിചയപ്പെടുത്തുന്നു എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. പെയ്ഡ് പ്രൊമോഷനൊന്നും എൻ്റെ ചാനലിൽ സാധ്യമല്ല. കാരണം നിങ്ങൾക്കറിയാം, വളരെ ചുരുങ്ങിയ സബ്സ്ക്രൈബേഴ്സ് മാത്രമേ ഉള്ളൂ. 367 സബ്സ്ക്രൈബേഴ്സ് മാത്രമേ ഉള്ളൂ. പെയ്ഡ് പ്രൊമോഷനൊക്കെ ചെയ്യണമെങ്കിൽ ആയിരക്കണക്കിന് സബ്സ്ക്രൈബേഴ്സും ഒരുപാട് വ്യൂസും ഒക്കെ ഉള്ളവർക്കേ കഴിയും. നമുക്കതൊന്നും കഴിയില്ല. നമുക്കൊന്നും ആരും പെയ്ഡ് പ്രൊമോഷൻ തരികയില്ല. ഏതായാലും
എനിക്ക് ഉപകാരപ്രദമായി തോന്നിയ ഒരു ഉപകരണം നിങ്ങളെ പരിചയപ്പെടുത്തുന്നു. എല്ലാവർക്കും നന്ദി.